ജബൽപൂരിൽ ഉണ്ടായ സംഭവം എന്താണ് എന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. അവിടെ ആ പുരോഹിതന് നേരെ ഉണ്ടായ അക്രമം എത്ര ദിവസമായി കേസെടുത്തിട്ട്? എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് എഫ്ഐആർ ഇടുന്നില്ല? ഇപ്പോൾ സമ്മർദ്ദം ശക്തമായതോടുകൂടി മാത്രമാണ് എഫ്ഐആർ ഇട്ട് ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട്, ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ വടക്കേ ഇന്ത്യയിൽ പീഡിപ്പിക്കുന്നു. ഇവിടെ മുനമ്പത്ത് വന്നുകൊണ്ട് അവരുടെ രക്ഷകരായി നടിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ആശാ വർക്കർമാരുടെ സമരം ഇതിൽ ഇനിയും ചർച്ചയില്ല എന്നുള്ള ഗവൺമെന്റ് നിലപാട് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ആശാ വർക്കർമാർ എത്ര നാളുകളായി സമരം ചെയ്തിട്ട്? അവരുടെ നിരാഹാര സമരം 16-ാം ദിവസമാണ്. ഞാൻ മന്ത്രി വിളിച്ചൊരു യോഗം തന്നെ പ്രഹസനമായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി യോഗം വിളിക്കാൻ തയ്യാറാകുന്നില്ല. ചർച്ച ചെയ്ത് ഈ സ്ത്രീകളുടെ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇത് ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും പരിശോധിക്കും. INTUC എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് ആശാ വർക്കർമാർ ഉന്നയിച്ച അവരുടെ ഡിമാൻഡുകളോടാണ് ഞങ്ങളുടെ അനുഭാവം. INTUC പ്രസിഡന്റ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് എന്താണെന്ന് പാർട്ടി പരിശോധിക്കട്ടെ. ആശാ വർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കണം. അവരൊരിക്കലും ഒരു കമ്മീഷനെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കമ്മീഷനെയൊക്കെ വെക്കുന്നത് ആളുകളെ കളിപ്പിക്കാനാണ്, സമയം ബൈ ചെയ്യാനാണ്. 51 ദിവസം സമരം ചെയ്തിട്ട് ഇനി കമ്മീഷനെ വെച്ച് 4 മാസം കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് കബളിപ്പിക്കലാണ്. അതിന് നടപടിയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് INTUC പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എടുത്ത നിലപാടിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്കാർക്കും യോജിപ്പില്ല. അല്ല, അതാണ് ഞങ്ങൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. INTUCക്ക് അങ്ങനെ ആവശ്യം മുന്നോട്ട് വെക്കേണ്ട കാര്യം എന്താണ്? വെച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിൽ നല്ല കാര്യമാണ്. ആശാ വർക്കർമാരുടെ സമരം പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കാത്തത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഒരു മര്യാദയുമില്ലാതെയാണ് ഗവൺമെന്റ് പെരുമാറുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഒരു സമരം ചെയ്യുന്ന ആളുകളോട് ഇങ്ങനെയൊരു ക്രൂരമായ നിലപാട് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആശാ വർക്കർമാർ സമരത്തിന് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അന്ന് രാവിലെ ഞാൻ പോയി കണ്ടിരുന്നതാണ്. അന്നും അവരുടെ നിലപാട് ഒരേ നിലപാട് തന്നെയാണ്. അവർക്ക് ന്യായമായി അവരുന്നയിക്കുന്ന 2-3 ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 52 ദിവസം സമരം ചെയ്തിട്ട് ഇനി 4 മാസത്തേക്ക് ഒരു കമ്മീഷനെ വെച്ച ആ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും സമരം അവസാനിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് ശരിയായ നടപടിയാണോ? അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ നിവർത്തിയില്ല. സമരം ചെയ്യുന്നവരെ മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ സമ്പൂർണമായ പിന്തുണ ഈ സമരത്തിന് KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പാർട്ടി പ്രവർത്തകരും ആ സമരത്തോടൊപ്പം തന്നെയാണ്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തിൽ പരിശോധന നടത്തുന്നത് സിനിമയുടെ പേരിലാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായി ധനകാര്യ സ്ഥാപനങ്ങളിൽ റെയ്ഡുകൾ നടക്കാറുണ്ട്. കാരണം അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് അവർ ED വിശദീകരിക്കട്ടെ. സിനിമയോടുള്ള ഞങ്ങളുടെ സമീപനം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു.
സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ശരിയല്ല. നല്ല സിനിമയാണ്, ഞാൻ സിനിമ കണ്ട ഒരാളാണ്. വെട്ടിമുറിക്കുന്നതിന് മുമ്പ്, സെൻസർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ്. അത് സെൻസർ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ മാത്രമേ അവർ ആ സിനിമയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. രാജ്യത്ത് നടക്കുന്ന റെയ്ഡുകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ എന്റെ കയ്യിൽ രേഖകളില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ നിവൃത്തിയില്ല. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങളോട് ഭയങ്കര മോശമായാണ് പെരുമാറുന്നത്. ഇന്നലെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമങ്ങളെ മുഴുവൻ പുറത്താക്കി. ഞാൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒറ്റ മാധ്യമ പ്രവർത്തകരെയും കാണരുത് എന്ന നിർദ്ദേശമൊക്കെ അവിടുത്തെ ജീവനക്കാർക്ക് കൊടുത്തു. കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള കേന്ദ്രമന്ത്രിക്ക് മാധ്യമങ്ങളോട് ഉത്തരവാദിത്തമുള്ള ആളാണ്. അത് സിനിമാ നടന ഉത്തരവാദിത്തം ഉണ്ടാവില്ല. പക്ഷെ കേന്ദ്രമന്ത്രിയാവുമ്പോൾ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകരോട് കുറെ കൂടി സൌമ്യതയോടെ പെരുമാറുകയും അവർ ചോദിക്കുന്ന കാര്യങ്ങളോട് ഉത്തരം പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് സുരേഷ് ഗോപി മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമാ നടനാകുമ്പോൾ അദ്ദേഹം സ്വകാര്യ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആരെയും കാണാതിരിക്കാം. പക്ഷെ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് പബ്ലിക് റെപ്രസെന്റേറ്റീവാണ്. അപ്പൊ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള മന്ത്രിയാണ്. ആ മന്ത്രിയോട് പത്രപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാതിരിക്കാം. പക്ഷെ അവരെ അവിടെ ഈ സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല.